സംസ്ഥാനത്ത് തന്നെ സേവനങ്ങൾ മിക്കതും ആദ്യമായി ഓൺലൈനിലാക്കിയത് കൊച്ചി നഗരസഭയിലാണ്. പറയുമ്പോൾ കെ സ്മാർട്ടാണ്, പക്ഷേ കാര്യങ്ങൾ പഴയതുപോലെ തന്നെ പലതും മാനുവലായി ചെയ്യേണ്ടി വരുന്നു. ഇതാ ഒരു ബിൽഡിംഗ് പെർമിറ്റിനുള്ള അപേക്ഷയാണ് ഇത്. ബിൽഡിംഗ് പെർമിഷൻ ഇതാ അപ്ലോഡ് ചെയ്തപ്പോൾ റിജക്റ്റഡ് എന്നാണ് മറുപടി വന്നിരിക്കുന്നത്. കെ സ്മാർട്ടിൽ നൽകിയ ഈ അപേക്ഷ നിരസിക്കാൻ കാരണമായി പറയുന്നത് 3 സെന്റിൽ താഴെയുള്ള ഒരു വീടോ കെട്ടിടമോ പണിയണമെങ്കിൽ പോലും റോഡിൽ നിന്ന് 3 മീറ്റർ വിട്ട് വേണം പണിയാനെന്നാണ്. യഥാർത്ഥത്തിൽ 2 മീറ്റർ വിട്ട് പണിയാവുന്നതാണ്. അതായത് ഈ കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ ബിൽഡിംഗ് റൂൾസ് കൃത്യമായി അപ്ലോഡ് ചെയ്തിട്ടില്ല. അതാണ് ഈ അപേക്ഷ നിരസിക്കപ്പെടാൻ കാരണമെന്ന് വ്യക്തമാണ്. ഞാൻ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറും അതോടൊപ്പം തന്നെ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്ത് പാസ്സാക്കി കൊടുക്കുന്ന വർക്ക് കൂടി ചെയ്യുന്നത്. ബിൽഡിംഗ് റൂളോ CRS റൂളോ ബിൽഡിങ്ങിൻ്റെ ലൈനോ ഒന്നും ഇതിൻ്റെ അകത്ത് ഡാറ്റ കയറ്റാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പ്ലാൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ് ചെയ്യുന്ന പോലുമില്ല. ഒരു ഓഫീസിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പെൻഡിങ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഡിങ് ഉണ്ടാവില്ല. പെൻഡിങ് ഇല്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വീട് നിർമ്മിക്കാൻ പോകുന്നവർക്ക് ഒരു കാരണവശാലും അത് പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കംപ്ലീഷൻ കഴിഞ്ഞ് കിടക്കുക. അവർക്ക് താമസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്പർ കിട്ടുന്നില്ല, ടാക്സ് അടക്കാൻ പറ്റുന്നില്ല, മറ്റ് ക്രമീകരണമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫലത്തിൽ കെ സ്മാർട്ട് എന്നൊരു ആപ്പുണ്ട്, അത് പ്രാബല്യത്തിലായി എന്ന് പ്രഖ്യാപനം വന്നു എങ്കിൽ തന്നെ കാര്യം നടക്കണമെങ്കിൽ ഓഫീസിൽ പോകണം. നഗരസഭയിൽ ചെന്നാലാവട്ടെ കെ സ്മാർട്ട് വഴി അപേക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ബിനു തോമസിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.